താൻ പാതി ദൈവം പാതി. മലയാളത്തിലെ മനോഹരമായ ഒരു പഴമൊഴിയാണിത്. ഇസ്ലാമും ഇതിനോട് യോജിക്കുന്നു. താൻ അധ്വാനിക്കേണ്ടത് അധ്വാനിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക, അതിനുശേഷമുള്ള കാര്യങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിക്കുക. ഉമർ വാനഹുവിൻ്റെ കാലത്ത് കുറേ ആളുകൾ എല്ലാം ഞങ്ങൾ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാതെ പള്ളിയിലിരുന്നപ്പോൾ അവരെ പള്ളിയിൽ നിന്ന് ഇറക്കി വിട്ട ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലർ ജീവിതത്തിൽ വല്ലതും ചെയ്ത് വിജയിച്ചാൽ അവർ പറയും, എൻ്റെ പ്രയത്നം കൊണ്ടാണ്, അധ്വാനം കൊണ്ടാണ്, ഹാർഡ് വർക്ക് കൊണ്ടാണ് ഞാൻ വിജയിച്ചത് എന്നുള്ളത്. ഹാർഡ് വർക്ക് ചെയ്തവരെല്ലാവരും ലോകത്ത് വിജയിച്ചിട്ടില്ല. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടി വേണം. ഒട്ടകത്തെ കെട്ടിയിടണോ അതല്ല അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ മതിയോ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ആദ്യം കെട്ടിയിടുക, പിന്നീട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ്. കെട്ടിയിട്ടാലും ചിലതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൂടി ലഭിക്കേണ്ടതുള്ളത് കൊണ്ടാണ് പിന്നീട് ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നാം നിർവഹിക്കുകയും നന്നായി അധ്വാനിക്കുകയും അതിനുശേഷം തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ വ്യക്തിപരമായി വിജയം കൈവരിക്കുന്നത്. ഇതാണ് ഇസ്ലാമിക് കൺസെപ്റ്റ്. ഇതുതന്നെയാണ് ഇസ്ലാമിക മനഃശാസ്ത്രവും.